നമസ്കാരം. ഇന്ന് വിനായക ചതുർത്ഥി. അമ്പലപ്പുഴയിലെ ഘോഷയാത്ര. ശ്രീ മഹാഗണപതിയുടെ തിരു അവതാര ദിനമാണ് വിനായക ചതുർത്ഥി. ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി ദിവസമാണ് ഗണപതി ഭഗവാന്റെ ജന്മദിനം എന്ന നിലയിൽ വിനായക ചതുർത്ഥി ആഘോഷിച്ചു പോരുന്നത്. ഗണപതി ഭഗവാന്റെ കളിമൺ പേപ്പർ വിഗ്രഹങ്ങൾ താൽക്കാലികമായി നിർമ്മിച്ച പന്തലിൽ പ്രത്യേക അനുഷ്ഠാനങ്ങളോട് സ്ഥാപിക്കുന്നതാണ് ഗണേശോത്സവം ആരംഭിക്കുന്നത്. ഈ വിഗ്രഹം പൂക്കൾ, പഴങ്ങൾ, മധുരപലഹാരങ്ങൾ എന്നിവ കൊണ്ട് അലങ്കരിക്കപ്പെടുന്നു. പൂജയ്ക്കായി താമരയും കറുകപ്പുല്ലും വിശേഷവിധികളോട് ഉപയോഗിക്കുന്നു. വിഗ്രഹത്തിന് മുന്നിൽ വിളക്ക് തെളിയിച്ച് 10 ദിവസം യഥാവിധി ഗണേശനെ ഭജനം ചെയ്ത് ഹോമം ചെയ്യപ്പെടുന്നു. പൂജ പ്രസാദം സമൂഹത്തിന് വിതരണം ചെയ്യുകയും ഗണേശ ഭഗവാന്റെ വിഗ്രഹം കടലിലോ നദിയിലോ നിമജ്ജനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇതിൻ്റെ പിന്നിൽ പലർക്കും അറിഞ്ഞൂടാത്ത ചില ഐതിഹ്യ കഥകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് വിശ്വാസപ്രകാരം മഹർഷി വേദവ്യാസൻ മഹാഭാരതം രചിക്കാൻ ഭഗവാൻ ഗണേശനെ ക്ഷണിക്കുകയും മഹാഭാരതം എഴുതാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഗണേശ ചതുർത്ഥി ദിനത്തിൽ വേദവ്യാസൻ ശ്ലോകങ്ങൾ ചൊല്ലിക്കൊടുക്കാൻ തുടങ്ങിയെന്നും അങ്ങനെ ഗണപതി ഭഗവാൻ മഹാഭാരതം എഴുതാൻ തുടങ്ങിയെന്നും വിശ്വസിക്കപ്പെടുന്നു. 10 ദിവസം നിർത്താതെ എഴുത്ത് തുടർന്നു. ഈ 10 ദിവസം കൊണ്ട് ഭഗവാന്റെ മേൽ അഴുക്കു പടർന്നു. അത് വൃത്തിയാക്കാനായി 10-ാം ദിവസം ഭഗവാൻ സരസ്വതി നദിയിൽ കുളിച്ചു. ഈ ദിവസം അന്നത്തെ ചതുർദശി ആയിരുന്നു. ഈ ഐതിഹ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗണേശ പ്രതിഷ്ഠയും നിമജ്ജനം ചെയ്തു പോരുന്നത് എന്ന് വിശ്വസിച്ചു പോരുന്നു. മറ്റൊരു ഐതിഹ്യകഥ പാർവതി ദേവിയുടെ നിർദ്ദേശപ്രകാരം അസുരന്മാരാൽ പൊറുതിമുട്ടിയ ദേവന്മാർ കളിമണ്ണിൽ ഗണേശ വിഗ്രഹം നിർമ്മിച്ചു പൂജിച്ചു എന്നും അതിൽ പ്രസന്നനായ ഗണേശ ഭഗവാൻ അസുരന്മാരെ യുദ്ധം ചെയ്തു നിഗ്രഹിച്ചു. നിഗ്രഹത്തിനു മുൻപ് അസുരന്മാർ തങ്ങൾ ഇനി മനുഷ്യരിൽ അവർ അറിയാതെ ജീവിച്ചോട്ടെ എന്ന് അനുവാദം ചോദിച്ചു എന്നും അതിന് ഗണേശ ഭഗവാൻ അനുവദിച്ചു എന്നും. എന്നാൽ ആരാണോ ചിങ്ങമാസത്തിൽ ശുക്ലപക്ഷ ചതുർത്ഥി നാളുകളിൽ തന്നെ മണ്ണിലുണ്ടാക്കി പൂജ ചെയ്യുന്നുവോ അവരിൽ നിന്നും അസുരന്മാർ ഒഴിഞ്ഞു പോകും എന്നും നിബന്ധന വെച്ചു. ആയതിനാൽ ഈ കാലയളവിൽ കളിമൺ വിഗ്രഹം നിർമ്മിച്ചു പൂജിക്കുന്നവരിൽ അസുരഗണങ്ങൾ ഒഴിഞ്ഞുപോയി എന്നും ഐശ്വര്യം വർദ്ധിക്കുമെന്നും വിശ്വസിച്ചു പോരുന്നു. ഭാരതത്തിൽ മഹാരാഷ്ട്ര, കർണാടക, കേരളം, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങൾ വലിയ രീതിയിൽ ആചരിക്കുന്നു. നേപ്പാളിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യൂറോപ്പ്, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, കാനഡ, സിംഗപ്പൂർ, മലേഷ്യ, ട്രിനിലാൻഡ്, ആൻഡമാൻ നിക്കോബാർ, ഗയാന, സുരിനാം, കരീബിയൻ മറ്റ് ഭാഗങ്ങൾ, ഫിജി, മൗറിഷ്യസ്, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ ഹിന്ദു പ്രവാസികളും ഗണേശ ചതുർത്ഥി ആചരിച്ചു പോരുന്നു. ഗ്രിഗോറിയൻ കലണ്ടറിൽ എല്ലാ വർഷവും ഏകദേശം ഓഗസ്റ്റ് 22-നും സെപ്റ്റംബർ 20-നും ഇടയിലാണ് ഗണേശ ചതുർത്ഥി വരുന്നത്. ശതവാഹന, രാഷ്ട്രകൂട, ചാലുക്യ എന്നീ രാജവംശങ്ങൾ ഭരിച്ചിരുന്ന BC 271 മുതൽ AD 1190 വരെയുള്ള കാലയളവിലാണ് ഗണേശോത്സവം ആരംഭിച്ചതെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത് മറാത്ത സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ ഛത്രപതി ശിവജിയുടെ കാലഘട്ടത്തിൽ ആണ് ഗണേശോത്സവം ആരംഭിച്ചത്. ജനങ്ങൾക്കിടയിൽ സംസ്കാരവും ഐക്യവും വളർത്തുക എന്നായിരുന്നു അതിൻ്റെ ലക്ഷ്യം. ബ്രിട്ടീഷ് രാജകാലത്തും മറ്റൊരു വഴിത്തിരിവായി 1893 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ലോകമാന്യ തിലക് ബ്രിട്ടീഷ് കോളനിയിൽ ഭരണത്തിനെതിരെ ജനങ്ങളെ ഒന്നിച്ചു കൂട്ടുന്നതിനായി സ്വകാര്യ കുടുംബ ആഘോഷങ്ങളിൽ നിന്ന് മഹത്തായ ഒരു പരിപാടിയിലേക്ക് ഉത്സവത്തെ പുനഃക്രമീകരിച്ചു. പൊതുവേദികളിൽ ഗ്രന്ഥവായനയും കൂട്ടവിരുന്നും അത്ലറ്റിക് ആയോധന മത്സരങ്ങളുമൊക്കെ നടത്തിയിരുന്നു. അന്ന് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ഉത്സവം ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പ്രതീകമായിരുന്നു. ഗണേശോത്സവം അതിൻ്റെ മഹത്തായ പൈതൃക ഐതിഹ്യ പാരമ്പര്യത്തോടു കൂടി ഇന്ന് അമ്പലപ്പുഴയുടെ കടൽ തീരത്ത് നിമജ്ജനം ചെയ്യാനായിട്ട് ഭക്തജനങ്ങൾ കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഇരുളിൻ്റെ ഈ സന്ധ്യാനേരത്ത് ഈ വിഗ്രഹം ഇപ്പോൾ കടലിൽ നിമജ്ജനം ചെയ്യുന്നതാണ്. ഭക്തിയോടും ആദരവോടും കൂടി നൂറുകണക്കിന് മനുഷ്യരാണ് സ്ത്രീ പുരുഷ ഭേദമന്യേ കടലിൽ ഈ വിഗ്രഹം നിമജ്ജനം ചെയ്യാൻ കാത്തു നിൽക്കുന്നതും ഇപ്പോൾ ഈ വിഗ്രഹം നിമജ്ജനം ചെയ്യുന്നതും. ഓം ഗണേശായ നമഃ.